രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇതുവരെ 13.39% വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തിയിരുന്നു. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പൊതുവെ പരിശോധിക്കാൻ നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ നിരീക്ഷകൻ ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. ദിലീപ്, വോട്ടെടുപ്പ് വളരെ സമാധാനപരമായി നീങ്ങുന്നു. 7 ജില്ലകളിൽ നേതാക്കന്മാരിൽ പലരും വളരെ നേരത്തെ തന്നെ എത്തിയ ദൃശ്യങ്ങളൊക്കെ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞു. അതിവിപുലമായ സന്നാഹങ്ങളുമായി നമ്മുടെ 24 പട്ടാളം 7 ജില്ലകളിൽ തുടരുകയാണ്. വിവരങ്ങൾ. SKN സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ്. 7 ജില്ലകളിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളാണ് ഇന്ന് വിധി എഴുതുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് ഈ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 13.39% പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തെ പിണറായി ജൂനിയർ ബേസിക് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയവരിൽ പെടുന്നു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള നിരവധി നേതാക്കൾ ഇതിനകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മികച്ച പോളിംഗിലേക്ക് വടക്കൻ കേരളത്തിലെ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും, അതായത് തൃശൂർ മുതൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളാണ് ഇന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വിധിയെഴുത്താണ് ഇപ്പോൾ നടക്കുന്നത്. 2 ഘട്ട വോട്ടെടുപ്പിന്റെയും വോട്ടെണ്ണൽ നടക്കുന്നത് മറ്റന്നാളാണ്. മറ്റന്നാൾ രാവിലെ 5:30 മുതൽ 24-ൽ ഇതിന്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട തത്സമയ സംപ്രേഷണം ഉണ്ടാകും. രാവിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ 24-ന്റെ ടീം മറ്റന്നാൾ സജ്ജമായിരിക്കും. ഏതായാലും ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മുന്നണികളും ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമൊക്കെ വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ട്. അത് വോട്ടർമാരിലേക്ക് അവസാന സമയവും ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ അവർ ആ ശ്രമം നടത്തുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ആരോപണം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ആ നിലയിൽ തന്നെ പ്രതികരിച്ചു. A പത്മകുമാറിൽ അവസാനിപ്പിക്കുകയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന കാര്യം K സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അതിന് മുഖ്യമന്ത്രി ധർമ്മടത്ത് മറുപടി നൽകുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയത് ഈ സർക്കാരാണ്. മറ്റേതെങ്കിലും സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ ഇത്രയേറെ അന്വേഷണം നടക്കില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസികൾ LDFിനൊപ്പം നിൽക്കുമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുമ്പോൾ വിശ്വാസികൾ LDFിനെ തള്ളിക്കളയുമെന്നാണ് UDFും NDAയും അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസവും ചർച്ചയായിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഈ രണ്ടാമത്തെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത് വെൽ ക്രാഫ്റ്റഡ് എന്നാണ് അതിനെ ആ പരാതിയെ വിശേഷിപ്പിച്ചത്. ആ നിലയിൽ തയ്യാറാക്കിയതാണ് എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അതിന് മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിലുള്ള മറുപടിയാണ് നൽകിയത്. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് കാണിച്ചു കൂട്ടുന്നത്, ഇതിലും വലിയ പരാതികൾ ഇനി വന്നേക്കാം, അപ്പോഴാണ് ഇങ്ങനെ വെൽ ക്രാഫ്റ്റഡ് എന്ന നിലയിലുള്ള ചില കാര്യങ്ങൾ പറയുന്നത് എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. ഈ വടക്കൻ ജില്ലകളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം SKN കഴിഞ്ഞ ദിവസം വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്ന ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി അവിടുത്തെ ബൂത്തിലും ഇപ്പോൾ വോട്ടെടുപ്പ് തുടരുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.